ഹായ്, പ്ലസ് വണ്ണിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ടോപ്പിക്സിന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ടോപ്പിക്സിന്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ വീഡിയോ. അപ്പൊ ഇന്ന് നമുക്ക് പുതിയ ഒരു 10 ടോപ്പിക്സ് കൂടി നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റിയും കാപ്പിലറി റൈസും കൂടി ചേർന്നിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കും അതുപോലെ തന്നെ കാപ്പിലറി റൈസും. അപ്പൊ രണ്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമുക്ക് ഒറ്റ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ സ്റ്റേഷനറി വേവ്, അതിൽ തന്നെ ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പും അതും കവർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ദയവ് ചെയ്ത് കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. പിന്നെ ഹൂക്സ് ലോ, അതുമായി ബന്ധപ്പെട്ട സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, അത് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം, ഓസിലേഷൻ എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് t = 2.√L/g ന്റെ ഡെറിവേഷൻ, അതും ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് ഇപ്പോൾ കവർ ചെയ്യാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റവും ഇന്ന് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കവർ ചെയ്തെടുക്കാം. ബാങ്കിങ് ഓഫ് റോഡ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഹീറ്റ് എഞ്ചിനും ഓൾറെഡി, കാർനോട്ട് എഞ്ചിനും ഹീറ്റ് എഞ്ചിനും ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് ഞാൻ ഗ്രൂപ്പില് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇട്ടേക്കാം, കൃത്യമായിട്ട് അത് കാണുക. മറ്റ് ടോപ്പിക്സ് നമുക്ക് ഇപ്പൊ കവർ ചെയ്യാം. ആദ്യത്തെ ഹൂക്സ് ലോ. എന്താണ് ഹൂക്സ് ലോ? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റും ആകെ കുഞ്ഞൊരു ചാപ്റ്റർ ആണ്. അത് ഈ ലോയെ ബേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. നോക്കൂ, നമ്മൾ ഒരു വസ്തുവിലേക്ക് സ്ട്രെസ് അപ്ലൈ ചെയ്താൽ അതിനനുസരിച്ച് അതിന് സ്ട്രെയിൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് അത് കൂടുതൽ വലിഞ്ഞ് വരും, അല്ലെ? ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഒരു സ്പ്രിങ് ഞാൻ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് ഞാൻ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ അത് കൂടുതൽ വലിഞ്ഞു വരും. അത് നമ്മള് ഫിസിക്സിന്റെ ടേംസിൽ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, സ്ട്രെസ് കൂടുന്നതനുസരിച്ച് സ്ട്രെയിൻ കൂടിക്കൊണ്ടേയിരിക്കും എന്ന് പറയും. അപ്പോ സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സ്ട്രെസ് കൂടുന്നതനുസരിച്ച് സ്ട്രെയിനും കൂടിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഹൂക്സ് ലോ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ലോ ആണ്, അല്ലെ? സ്ട്രെസ് കൂടുന്നതനുസരിച്ച് സ്ട്രെയിനും കൂടുന്നു. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇത് ഏതുവരെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ. അതിനപ്പുറം നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അപ്പുറത്തേക്ക് നമ്മൾ ചില വസ്തുക്കൾ റബ്ബർ ബാൻഡ് നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസം കഴിയുമ്പോൾ അത് ചിലപ്പോൾ അതങ്ങനെ വലിഞ്ഞു പോകും. അപ്പൊ നമുക്ക് പറയില്ല സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോ അപ് ടു എ ലിമിറ്റ് വരെ, ആ ലിമിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ആ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അത് ഇലാസ്റ്റിക് ലിമിറ്റ് വരെ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്. കാരണം ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി കഴിഞ്ഞാലും കുറച്ചും കൂടി ദൂരം ഈ ഇലാസ്റ്റിക് ലിമിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദിസ് ഈസ് കോൾഡ് ഹൂക്സ് ലോ. ഇത്രയേ ഉള്ളൂ ഹൂക്സ് ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, സ്ട്രെസ് is equal to ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ സൈൻ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സേ കോൺസ്റ്റന്റ് ഇൻടു സ്ട്രെയിൻ. അല്ലെങ്കിൽ ഈ സ്ട്രെയിൻ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ടേം അല്ലേ, അതിന് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ എന്താ? ഡിവിഷൻ ആകും. സോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ is equal to a constant k. സോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ദാറ്റ് ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. എത്ര തരം സ്ട്രെസ് ഉണ്ട്? 3 തരം സ്ട്രെസ് ഉണ്ട്. എത്ര തരം സ്ട്രെയിൻ ഉണ്ട്? 3 തരം സ്ട്രെയിൻ ഉണ്ട്. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും 3 ടൈപ്പ് ഉണ്ട്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് റിജിഡിറ്റി മോഡുലസ്. അപ്പോ യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസും ബൾക്ക് മോഡുലസും എല്ലാം നിങ്ങൾ ബാക്കി ഇതിനോടൊപ്പം പഠിക്കുന്നതാണ്. നമുക്ക് ഹൂക്സ് ലോ ആണ് ഞാനിപ്പോ ടോപ്പിക് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഹൂക്സ് ലോ നമുക്ക് ഇതുവരെ പറഞ്ഞാൽ മതിയാകും. ഹൂക്സ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഓർ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ ഈസ് കോൾഡ് യങ്സ് മോഡുലസ്. ബൾക്ക് shearing stress by shearing strain is equal to rigidity modulus, and volume stress by volume strain is called bulk modulus. ഇങ്ങനെയുള്ള 3 മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോ ഹൂക്സ് ലോ ഓക്കേ അല്ലേ? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്. ഇക്വേഷൻ എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ is equal to a constant.
ക്ലിയർ? അപ്പൊ അതാണ് ഹൂക്സ് ലോ. ഈ ഹൂക്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി ചേർത്ത് പഠിച്ചാൽ നമുക്ക് അത് വളരെ ഈസി ആയിരിക്കും. നോക്കാം. So this is stress, this is strain. അപ്പൊ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് ഞാനിപ്പോ വരച്ചിരിക്കുന്നത്. ആ ഗ്രാഫിന്റെ ബാക്കിയും കൂടി ഞാൻ വരയ്ക്കാം. സോ ഇങ്ങനെയാണ് ആ ഗ്രാഫ് വരുന്നത്. സോ ഇതില് ഫ്രം O to A നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആ റീജിയനിലെ സ്ട്രെസ്സും സ്ട്രെയിനിലും പ്രൊപ്പോർഷണൽ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം OA ഒബേ ഹൂക്സ് ലോ. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന റീജിയൻ ആണ് OA എന്ന് പറയുന്ന റീജിയൻ. സപ്പോസ് നമ്മൾ ഓയിൽ നിന്നും സിയിലേക്ക് ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നു, OC എന്ന് പറയുന്ന റീജിയൻ. ആ OC റീജിയനിൽ സേ ഫോർ എക്സാമ്പിൾ B എന്ന് പറയുന്ന ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ആ വസ്തുവിന്റെ സ്ട്രെസ് റിലീസ് ചെയ്യാണ് എങ്കിൽ അത് പഴയ പൊസിഷനിലേക്ക് എത്തും. അപ്പൊ C എന്ന് പറയുന്നതാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അതുവരെ മാത്രമേ അതിന് ഇലാസ്റ്റിസിറ്റി കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ C ഈസ് കോൾഡ് ഇലാസ്റ്റിക് ലിമിറ്റ്. അതിനുശേഷം നമ്മൾ സ്ട്രെസ് കൂട്ടിയാൽ അതിനനുസരിച്ചല്ല സ്ട്രെയിൻ കൂടുന്നത്. സോ ആ പ്രൊപ്പോർഷണാലിറ്റി അവിടെ നിന്ന് മാറി. അപ്പൊ അതിന് നമ്മൾ പറയും പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയും. ആ റീജിയൻ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ റീജിയൻ ABCD എന്ന് പറയുന്ന ഒരു റീജിയനിൽ വെച്ച് നമ്മൾ ആ വസ്തുവിനെ സ്ട്രെസ് റിമൂവ് ചെയ്താലും അത് പഴയ ഷേപ്പിലേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലാസ്റ്റിസിറ്റി അതിന് നഷ്ടമായി എന്നാണ്. E എന്ന് പറയുന്ന ഒരു പോയിന്റ് D to E യുടെ ഒരു വലിയ പ്രത്യേകത ഫോർ എക്സാമ്പിൾ ഇത് E എന്ന് എടുക്കാം, ഇത് F എന്ന് എടുക്കാം. E to F ന്റെ പ്രത്യേകത ഞാൻ സ്ട്രെസ് റിമൂവ് ചെയ്താൽ സ്ട്രെസ് കുറച്ച് അപ്ലൈ ചെയ്താലും വലിയ സ്ട്രെയിൻ അവിടെ ഉണ്ടാകുന്നു എന്നാണ് എന്റെ അർത്ഥം. ആൻഡ് F എന്ന് പറയുന്ന പോയിന്റിന്റെ അർത്ഥം അവിടെ വെച്ച് ആ വസ്തു പൊട്ടിപ്പോകുന്നു. സോ F ഈസ് കോൾഡ് ബ്രേക്കിംഗ് പോയിന്റ് ഓർ അപ്പോഴുള്ള സ്ട്രെസ്സിനെ ബ്രേക്കിംഗ് സ്ട്രെസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ F ആണ് ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഫ്രാക്ചർ പോയിന്റ് എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. അവിടെ വെച്ച് ആ വസ്തു എന്ത് ചെയ്യാണ്? പൊട്ടിപ്പോവുകയാണ്. അപ്പൊ ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിന്റെ ബേസിൽ സാധാരണ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, ഞാൻ രണ്ട് ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇതിൽ ഏത് വസ്തുവാണ്, സേ ദിസ് ഇസ് A ആൻഡ് ദിസ് ഇസ് B. അപ്പൊ ഇതിൽ ഏത് വസ്തുവിനാണ് ഇലാസ്റ്റിസിറ്റി കൂടുതൽ എന്ന് ചോദിക്കും എങ്കിൽ ഇറ്റ് ഈസ് B. അതുപോലെ ചോദിക്കും ഏതാണ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. നമ്മൾ സാധാരണ എന്താ വിളിക്കുന്നത്? നമ്മളെന്താ ബ്രിട്ടിൽ എന്ന് പറയും. അപ്പൊ ആ ബ്രിട്ടിൽ എന്ന് വെച്ചാൽ വേഗം പൊട്ടിപ്പോകുന്നത്. വേഗം പൊട്ടിപ്പോകുന്നത് ഏതാണ്? ഏറ്റവും വലിച്ചു നീട്ടം ഡക്റ്റൈൽ ആകുന്നത് ഏതാണെന്ന് നമ്മൾ ചോദിക്കും. വേഗം പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് ഇതാണ്, കാരണം വളരെ പെട്ടെന്നാണ് ഫ്രാക്ചർ പോയിന്റിലേക്ക് എത്തുന്നത്. ഇതിന്റെ ഫ്രാക്ചർ പോയിന്റ് നോക്കിയാൽ വളരെ ദൂരെയാണ്. അപ്പൊ അത് വേഗത്തിൽ പൊട്ടിപ്പോകത്തില്ല. അപ്പൊ അത് ഡക്റ്റൈൽ ആണ്, വലിച്ചു നീട്ടാൻ പറ്റും നമുക്ക്, പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല. സോ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വളരെ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ടേം ആണ് റിലേറ്റീവ് വെലോസിറ്റി. മോഷൻ ഇൻ വൺ ഡയമെൻഷനിൽ നമ്മൾ പഠിക്കുന്നതാണ് റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്ട്. വെലോസിറ്റി ഓഫ് അനദർ ഒബ്ജക്ട് ഈസ് കോൾഡ് റിലേറ്റീവ് വെലോസിറ്റി. സിമ്പിൾ ആണ്. നമ്മൾ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ബൈക്ക് നമ്മുടെ ഇവിടെ തുണിങ്ങ് പോയി. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു സാധനം ഇങ്ങനെ പോയതുപോലെ നമുക്ക് തോന്നും. ആക്ച്വലി അയാളൊരു വെലോസിറ്റിയിൽ പോകുന്നുണ്ട്, നമ്മുടെ ബസ്സും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ട്രെയിനിൽ ഇരിക്കുന്ന യാത്ര ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് ട്രെയിൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ട്രെയിൻ മാത്രം സ്ലോയിലാണല്ലോ, ആ ട്രെയിൻ പറന്നങ്ങ് പോയതുപോലെ. കാരണം പെട്ടെന്നായിരിക്കും ആ ട്രെയിൻ അങ്ങ് പാസ് ചെയ്ത് പോകുന്നത്. ആക്ച്വലി ആ ട്രെയിനിൽ ഇരിക്കുന്നവരും ഇത് തന്നെ ആയിരിക്കും പറയുന്നത്, നമ്മുടെ ട്രെയിൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. അതായത് നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി വേറൊരു ഹയർ വെലോസിറ്റി ആയിട്ട് ഫീൽ ചെയ്തതാണ്. അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന വെലോസിറ്റിയാണ് ആക്ച്വലി റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ റിലേറ്റീവ് വെലോസിറ്റി നമ്മുടെ ബസ് മറ്റൊരു ലോറി ഓവർടേക്ക് ചെയ്യുന്നു വിചാരിച്ചോ. അപ്പൊ നമുക്ക് ഭയങ്കര പതുക്കെ, അല്ലെങ്കിൽ നമ്മുടെ ബസ് വേറൊരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു വിചാരിച്ചോ. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മുടെ ബസ് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവർടേക്ക് ചെയ്യുന്ന മറ്റേ ബസ്സിന്റെ അകത്തിരിക്കുന്നവരൊക്കെ ഇങ്ങനെ കണ്ട് പതുക്കെ പോകുന്നവരും തോന്നും. പക്ഷെ ആക്ച്വലി ആ ബസ് നല്ല സ്പീഡിലായിരിക്കും, നമ്മുടെ ബസ് അനക്കാൻ സ്പീഡിലായിരിക്കും, എങ്കിലും ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ വെലോസിറ്റിയിൽ പോകുന്നത് പോലെ, കാരണം ആ ബസ്സിനകത്തിരിക്കുന്ന എല്ലാവരെയും നമുക്ക് വായി നോക്കിയായിരിക്കും നമ്മൾ ആക്ച്വലി അതിനെ ഓവർടേക്ക് ചെയ്യുന്നത്. സോ ഈ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വെലോസിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് വെലോസിറ്റി. ഇപ്പൊ നോക്കിയോ, നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് പോയപ്പോ അത് മിന്നായം പോലെ എന്തോ പോയതുപോലെയല്ലേ നമുക്ക് തോന്നിയത്. ബിക്കോസ് രണ്ട് വസ്തുക്കൾ ഓപ്പോസിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോ, സപ്പോസ് ദിസ് ഇസ് A and this is B with a velocity VA and VB, അത് ഇവിടെ വെച്ചായിരിക്കും മീറ്റ് ചെയ്യുന്നത്. ആ മീറ്റിംഗ് പൊസിഷൻ ആണ്, രണ്ട് ഗ്രാഫുകൾ തമ്മിൽ ക്രോസ് ചെയ്യുന്ന പൊസിഷൻ ആണ് അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്.
അത്തരം കേസുകൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി നമ്മൾ കണ്ടുപിടിക്കുന്നത് വി എ പ്ലസ് വി ബി ചെയ്തിട്ടായിരിക്കും. അപ്പൊ രണ്ടുപേരും കൂടി ഇപ്പൊ ഒരാൾ 100-ലും ഒരാൾ 50-ലും ആണ് ഓപ്പോസിറ്റ് ആയിട്ട് പോയതെങ്കിൽ നമുക്ക് 150 km/h എന്ന സ്പീഡിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. രണ്ട് വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് വേണം എടുക്കുക. അതേസമയം രണ്ട് ഒബ്ജക്ട്സ് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വെച്ചായിരിക്കും അവർ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആ പോയിന്റ് ആയിരിക്കും അവർ ഓവർടേക്ക് ചെയ്ത പോയിന്റ്, അവർ മീറ്റ് ചെയ്ത പോയിന്റ് നമ്മൾ പറയും. അത്തരം കേസിൽ നമ്മൾ വി എ ബി റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി നമ്മൾ കണ്ടുപിടിക്കുന്നത് വി എ മൈനസ് വി ബി ചെയ്തിട്ടായിരിക്കും. അതായത് രണ്ടും കൂടി പരസ്പരം നമ്മൾ നെഗറ്റീവ് ആണ് എടുക്കുന്നത്. ആക്ച്വലി എപ്പോഴും റിലേറ്റീവ് വെലോസിറ്റി കാണുന്ന ഫോർമുല വി എ മൈനസ് വി ബി ആണ്. ഇവിടെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വി എ മൈനസ് വി ബി വരുന്നത്, അങ്ങനെയാണ് അത് പ്ലസ് ആയത്. അപ്പൊ യഥാർത്ഥത്തിൽ റിലേറ്റീവ് വെലോസിറ്റി കാണുന്ന ജനറൽ ഫോർമുല ഇതാണ്, വി എ മൈനസ് വി ബി ആണ്. പക്ഷെ ഇവിടെ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് വി ബി എന്ന് എടുക്കും. അങ്ങനെയാണ് മൈനസ് കൊണ്ട് പ്ലസ് വി ബി ആകുന്നത്. പക്ഷെ ഓർത്ത് വയ്ക്കാനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഓപ്പോസിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ വി എ പ്ലസ് വി ബി, ഒരേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ വി എ മൈനസ് വി ബി. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാനൊരു ബൈക്കിൽ 80-ൽ പോവാണ്, എന്റെ കൂട്ടുകാരനെ 80-ൽ ട്രാവൽ ചെയ്ത് എന്റെ കൂടെ വരികയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ കാര്യം പറഞ്ഞ് ഇങ്ങനെ പോവാം അല്ലെ. എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ബെഞ്ചിൽ രണ്ടുപേരും ഇരുന്ന് കാര്യം പറയുന്നത് പോലെയാണ്. പക്ഷെ രണ്ടുപേരും പോകുന്നത് 80-ലാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അവൻ എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. 80-ൽ അവൻ വരുന്നത് കൊണ്ടല്ലേ അത്. അപ്പൊ എന്നെ സംബന്ധിച്ച് അവൻ എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് അവൻ റെസ്റ്റിൽ ഇരിക്കുന്നത് പോലെയാണ്. കാരണം ഞാനും 80-ല് അവനും 80-ല്, 80 - 80 ആൻസർ 0. ഒരേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് അവൻ റെസ്റ്റിൽ ഇരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ടേം. അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാഫുകൾ എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. റിലേറ്റീവ് വെലോസിറ്റി. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടേം ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. റൊട്ടേഷണൽ മോഷനിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. നോക്കാം നമുക്ക് എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറയുന്നത്? എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും തന്നെ നമ്മൾ അപ്ലൈ ചെയ്തില്ല എങ്കിൽ ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും എന്നല്ലേ. ഇവിടെ നമ്മൾ ആ വാക്കുകളൊന്ന് മാറ്റുന്നു. ഫോഴ്സിന് പകരം നമ്മൾ റൊട്ടേഷനിൽ ഉപയോഗിക്കുന്ന വാക്ക് എന്താ? ടോർക്ക്. അപ്പൊ എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ഇല്ല എങ്കിൽ, എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും അപ്ലൈ ചെയ്തില്ല എങ്കിൽ അവിടെ ലീനിയർ മൊമെന്റം ആയിരുന്നെങ്കിൽ ഇവിടെ ആംഗുലാർ മൊമെന്റം. സോ ആംഗുലാർ മൊമെന്റം വിൽ ബി കൺസേർവ്ഡ് എന്നാണ്. സോ ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക്, ടോർക്ക് എന്താ? ഒരു വസ്തുവിനെ കറക്കാൻ ആവശ്യമായ ഫോഴ്സ്. ഇപ്പൊ ഈ വസ്തുവിനെ ഇവിടുന്ന് കൂടെ ഒരു ഫോഴ്സ് കൊടുത്താൽ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങും. ആ കറക്കാൻ ആവശ്യമായ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോർക്ക് എന്ന് വിളിക്കുന്നത്. അങ്ങനെ കറക്കാൻ ആവശ്യമായ ഫോഴ്സ്, അതായത് ടോർക്ക്, എക്സ്റ്റേണൽ ടോർക്ക് ഒന്നുമില്ല എന്ന് വിചാരിക്കുക എങ്കിൽ യാതൊരു രീതിയിലും ആംഗുലാർ മൊമെന്റത്തിന് ചേഞ്ച് ഉണ്ടാവില്ല. ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്താ? ഇഫ് there is no external torque, the angular momentum will be conserved. അപ്പൊ ഇതിന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ പറയുന്നത്, ഇപ്പോ ഈ മറ്റേ ഐസിന്റെ മുകളിൽ കിടന്ന് ഡാൻസ് ഒക്കെ ചെയ്യുന്നവരില്ലേ, നമ്മൾ ഒളിമ്പിക്സിലൊക്കെ നമ്മൾ കാണാറുണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. സോ അത്തരത്തിലുള്ളവര് കൈ ഇങ്ങനെ നീട്ടി വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്പീഡ്, ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആയതുകൊണ്ട് തന്നെ ഒമേഗ ആംഗുലാർ വെലോസിറ്റി അവർക്ക് കുറയും. അതുപോലെ അവർ കൈ അടുത്തേക്ക് വെക്കുമ്പോൾ അവരുടെ ആംഗുലാർ വെലോസിറ്റി കൂടും. അവർ സ്പിൻ ഇങ്ങനെ നടന്ന് കറങ്ങും. അതുപോലെ നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഒരു കുഞ്ഞ് ഒരു മറ്റേ കറങ്ങുന്ന കസേലിരിക്കുന്ന ഫിഗർ ഒക്കെ തന്നിട്ടുണ്ട്. ആ കറങ്ങുന്ന കസേലിരിക്കുന്ന കുട്ടി കൈ നീട്ടിപ്പിടിച്ചാൽ ആ കറങ്ങുന്നതിന്റെ സ്പീഡ് കുറയുകയും ആ കൈ അടുത്തേക്ക് വെച്ചാൽ ആ കറങ്ങുന്നതിന്റെ സ്പീഡ് കൂടുകയും ചെയ്യും എന്നതാണ്. ഇതെല്ലാം അതുപോലെ അക്രോബാറ്റ്സിന്റെ കേസിൽ അക്രോബാറ്റ്സ് കറങ്ങുന്നത്, അവിടെ എല്ലാം ഈ പറയുന്ന റൂളാണ് അപ്ലൈ ചെയ്യുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആംഗുലാർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ ചെയ്യണം. ഇഫ് there is no external torque, the angular momentum will be conserved. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ബാക്കി ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് ചുമ്മാ ഇട്ടിരിക്കുന്നതിൽ അതെല്ലാം പഠിക്കാനാണ്. ഇന്നാകുമ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്, സമയമെടുത്ത് അതെല്ലാം പഠിച്ചു തീർക്കുക. നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, ഉറപ്പാണ്. അപ്പോൾ എല്ലാം കണ്ട് കൃത്യമായിട്ട് തന്നെ പഠിച്ചു തീർക്കൂ. ഇനിയുള്ള ടോപ്പിക്സുമായിട്ട് വീഡിയോസ് വരുന്നുണ്ട്. ദയവേത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോസ് ഷെയർ ചെയ്യുക, എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അതാണ് നിങ്ങളുടെ സ്നേഹം. നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാകും.